വളരെ സ്പെഷ്യലായ ഒരു വ്യക്തി മീഡിയ വണ്ണിന് ഓണം ആശംസിച്ചിരിക്കുകയാണ്. ഇയാൾ ബുദ്ധിമാനായ ഒരു പൂക്കിയാണ് എന്നാണ് പരിചയപ്പെട്ടവർ ഒന്നടങ്കം പറയുന്നത്. നിങ്ങൾ പ്രേക്ഷകർ കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഭാവിയിൽ ഉപകാരപ്പെടുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ആളാരാണെന്ന് നോക്കാം. ഓണം വീണ്ടും വന്നെത്തി. ഇത്തവണ നമുക്ക് AI വഴി സംസാരിച്ചാലോ? നമ്മൾ പല മാവേലികളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു മാവേലി ഇതാദ്യമായിട്ടാണ്. മാവേലി.ai ഫണ്ണിയാണ്, പൂക്കിയാണ്. വാർത്തകളെ പറ്റിയും ചാനലുകളെ പറ്റിയും നല്ല ധാരണയാണ് മിസ്റ്റർ AI മാവേലിക്ക്. മീഡിയ വണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചാനലിന്റെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും ഞൊടിയിടയിൽ മറുപടിയായി വന്നു. AI സഹായത്തോടെയാണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളതിൽ മാവേലി ഓണത്തിന് മാത്രം അല്ല, നമുക്ക് ഫ്യൂച്ചറിൽ മാവേലി ഇനിയും വരട്ടെ, ഇവിടെ തന്നെ നിന്ന് ആൾക്കാരുമായിട്ട് സംസാരിച്ച്, അതായത് പ്രജകളെ ഇട്ടിട്ട് പോവുമല്ല ഇത്തവണ മാവേലി. മാവേലിക്ക് നർമ്മം മാത്രമല്ല വശം. ഇന്ന് നടന്ന പ്രധാന വാർത്തകൾ വരെ വിശദമായി മാവേലി നമുക്ക് പറഞ്ഞു തരും. അതും മലയാളത്തിൽ വ്യക്തവും കൃത്യവുമായി. ഇപ്പം കറണ്ട് അഫയേഴ്സ് തൊട്ട് മുന്നേ, ഒരു മണിക്കൂർ മുന്നേ നടന്ന കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് എടുത്തിട്ട് പറഞ്ഞു തരും. ഇതിനോടകം തന്നെ AI മാവേലി വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ടെക്നോ പാർക്കിലെ സെഞ്ചുറിയോ ടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ കലക്കൻ AI മാവേലിയെ നമുക്ക് നൽകിയത്. ചന്ദ്രനിൽ ചായക്കട നടത്താമോ? പാതാളത്തിലെ ഓണം മുതൽ എന്ത് ചോദ്യവും ചോദിക്കാം. ഇമോജിയും തമാശകളുമായി മാവേലിയുടെ ഉത്തരങ്ങൾ എത്തും. മാവേലിയോട് സംസാരിക്കുന്നതിനൊപ്പം മെന്റൽ ടിപ്സ് കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. പ്രവാസികൾ ഈ നൂതനാശയത്തെ കൂടുതലായി ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ മാവേലി.ai നമ്മൾ മീഡിയ വണ്ണിന് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. ഞാനതൊന്ന് വായിക്കാം. മീഡിയ വണ്ണിന് ഓണാശംസകളോ? ഹോ, വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ലാതെ ഓണം ആഘോഷിക്കട്ടെ. എൻ്റെ പാതാളത്തിലെ വിശേഷങ്ങൾ ആരും അവിടെ കൊടുക്കരുത് കേട്ടോ. എന്തായാലും മീഡിയ വണ്ണിനും അവിടുത്തെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇനി എന്തായാലും കുറച്ച് ദിവസം സന്തോഷ വാർത്തകൾ മാത്രം കൊടുക്കാൻ നോക്കണമെന്നും AI നമ്മളോട് പറയുന്നുണ്ട്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ വൺ, തിരുവനന്തപുരം.